സീറോ മലബാർ സഭയുടെ സുപ്രധാനമായ 2 രൂപതകളെ ഇനി പ്രായം കുറഞ്ഞ ബിഷപ്പുമാർ നയിക്കും. ചങ്ങനാശ്ശേരിയുടെ പുതിയ മെത്രാപ്പോലിത്തയായി മാർ തോമസ് തറയിൽ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ചങ്ങനാശ്ശേരിയിൽ പുതിയ ചരിത്രം രചിക്കപ്പെടുകയാണ്. കേരളത്തിലെ അതിപുരാതന അതിരൂപതകളിൽ ഒന്നായ ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആർച്ച് ബിഷപ്പ് എന്ന ബഹുമതി ഇനി 52-കാരനായ മാർ തറയിലിന് സ്വന്തം. നിലവിൽ 7 വർഷം അതിരൂപത സഹായമെത്രാന്റെ ചുമതലയിൽ ശുശ്രൂഷ നിർവഹിച്ചാണ് അദ്ദേഹം പുതിയ ചുമതലയിലേക്ക് ഉയർത്തപ്പെട്ടത്. ശംഷാബാദ് രൂപതയുടെ പുതിയ മെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ പ്രായക്കുറവിൽ മാർ തറയിലിനേക്കാൾ മുന്നിലാണ്. വിസ്തൃതി കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രൂപതയായ ശംഷാബാദ് 48-കാരനായ മാർ പ്രിൻസ് ആന്റണിയുടെ നേതൃത്വത്തിൽ ഏറെ മുന്നോട്ടു പോകുമെന്ന് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നു. സീറോ മലബാർ സഭയുടെ 32ാമത് സിനഡ് സമ്മേളനത്തിലാണ് ഇരുവരുടെയും തെരഞ്ഞെടുപ്പ് നടന്നത്. സിനഡ് തീരുമാനം ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ചതോടെയാണ് പുതിയ നിയമനങ്ങൾ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഇന്ന് പ്രഖ്യാപിച്ചത്. മെത്രാൻ സിനഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. മാർ തോമസ് തറയിലിനെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി നിയമിച്ചുകൊണ്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിലും മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടനെ ശംഷാബാദ് രൂപതയുടെ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വൈസ് ചാൻസലർ ഫാദർ ജോസഫ് മറ്റത്തിലും വായിച്ചു. സമകാലിക വിഷയങ്ങളിൽ ഇടപെട്ട് കേരള കത്തോലിക്ക സഭയിൽ ശ്രദ്ധേയനായ മാർ തറയിൽ അറിയപ്പെടുന്ന വാഗ്മി കൂടിയാണ്. 2017 ജനുവരി 14 കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്ന സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ സിനഡാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി മാർ തോമസ് തറയിലിനെ തിരഞ്ഞെടുത്തത്. അതിരൂപത പ്രോട്ടോസിഞ്ചല്ലൂസ് പദവിക്കൊപ്പം തിരുവനന്തപുരം, കൊല്ലം, അമ്പൂരി ഫൊറോനകൾ അടങ്ങുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തെക്കൻ മേഖലയുടെ പ്രത്യേക ചുമതലയും മാർ തോമസ് തറയിലിന് ഉണ്ടായിരുന്നു. 1972 ഫെബ്രുവരി 2 ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെട്രോപൊളിറ്റൻ പള്ളി തറയിൽ വീട്ടിൽ TJ ജോസഫിന്റെയും മറിയാമ്മയുടെയും 7 മക്കളിൽ ഇളയ മകനായാണ് മാർ തോമസ് തറയിൽ ജനിച്ചത്. സെന്റ് മേരീസ് മെട്രോപൊളിറ്റൻ പള്ളി അൾത്താര ബാലനായി സജീവമായിരുന്ന അദ്ദേഹം ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ്സ് LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഫാത്തിമാപുരത്തെ സേക്രഡ് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ചങ്ങനാശ്ശേരി സെന്റ് ബെർഗ്മാൻസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം വൈദിക രൂപീകരണത്തിനായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കുറിച്ചി സെന്റ് തോമസ് മൈനർ സെമിനാരിയിൽ ചേർന്നു. വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ അദ്ദേഹം തത്വശാസ്ത്രപരവും ദൈവശാസ്ത്രപരവുമായ പഠനം പൂർത്തിയാക്കി. മഹാജൂബിലി വർഷത്തിൽ 2000 ജനുവരി 1 ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെട്രോപൊളിറ്റൻ പള്ളിയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗത്തിലിന്റെ കൈവെപ്പ് വഴി വൈദികനായി അഭിഷിക്തനായി. തുടർന്ന് അതിരമ്പുഴ, നെടുങ്കുന്നം, കോയിൽമുക്ക്, എടത്വ എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിച്ചു. 2004 താഴത്തുവടകരയിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 2004-2011 കാലയളവിൽ റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് പഠനം പൂർത്തിയാക്കി. ഇതിനുശേഷം 2011 ആലപ്പുഴയിലെ പുന്നപ്രയിലുള്ള ധനഹാലയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർമേഷൻ ആൻഡ് കൌൺസിലിംഗിന്റെ ഡയറക്ടറായി നിയമിതനായി. വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി, നാഷണൽ വൊക്കേഷൻ സർവീസ് സെന്റർ എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ധ്യാനഗുരുവും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ് നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. മലയാളത്തിനു പുറമെ ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ജർമ്മൻ, സ്പാനിഷ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. ശംഷാബാദ് രൂപതയുടെ മെത്രാനായി സേവനം ചെയ്തിരുന്ന മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ മെത്രാനായി മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടനെ സിനഡ് തിരഞ്ഞെടുത്തത്. 2017 സ്ഥാപിതമായ ശംഷാബാദ് രൂപതയുടെ 2ാമത്തെ അധ്യക്ഷനായാണ് മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. 2015 ഓഗസ്റ്റ് 6 ആദിലാബാദ് രൂപതയുടെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടത്. തൃശൂർ അതിരൂപതയിലെ അരിമ്പൂർ സെന്റ് ആന്റണീസ് ഇടവകയിൽ PJ ദേവസിയുടെയും AM കൊച്ചുത്രേസ്യയുടെയും 2ാമത്തെ മകനായി 1977 മാർച്ച് 13 മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം CMI സന്യാസ സമൂഹത്തിൽ ചേർന്നു. 2007 ഏപ്രിൽ 25 മാർ ജോസഫ് കുന്നത്തിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. റോമിലെ ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിബ്ലിക്കൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടി. പിന്നീട് രൂപതയിൽ തിരിച്ചെത്തിയ അദ്ദേഹം 2015 ഒക്ടോബർ 29 ആദിലാബാദ് രൂപതയുടെ 2ാമത്തെ മെത്രാനായി അഭിഷിക്തനായി. മലയാളം, ഇംഗ്ലീഷ്, തെലുങ്ക്, ഇറ്റാലിയൻ, ജർമ്മനി എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്.